2 കൊരിന്ത്യർ 1:8 സഹോദരന്മാരെ, ആസ്യയിൽ ഞങ്ങൾക്ക് ഉണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. സുവിശേഷം അറിയിക്കുന്നവർ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആഴത്തെ കാണിക്കുന്ന ഒരു വാക്യം കൂടെയാണിത്. പ്രശ്നങ്ങൾ അധികമില്ലാതെ എവിടെയെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവർ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്, അനേകർ വലിയ വില കൊടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. പലരും കൊടുത്ത വില സ്വന്തം ജീവൻ തന്നെയായിരുന്നു. ഇത്രയും പ്രയാസപ്പെട്ട് യേശുവിനെ സാക്ഷിക്കണമോ എന്ന് പലരും ചോദിക്കും. എന്നാൽ ക്രിസ്തീയ ശുശ്രൂഷ ആത്മാക്കളുടെ വിടുതലിനായാണ് എന്ന് തിരിച്ചറിയുന്നവർക്ക് അത് നിവർത്തിക്കാതിരിക്കാൻ കഴിയുകയില്ല. നരകശിക്ഷയിൽ നിന്ന് പലരെയും വലിച്ചെടുക്കുന്ന ദൗത്യമാണ് അത്. നിത്യനാശത്തിലേക്ക് ഒഴുകുന്ന ആത്മാക്കളെ കാണുമ്പോൾ അതിൻ്റെ വിലയറിയുന്നവർ ഏതെങ്കിലും വിധത്തിൽ ജീവനിലേക്ക് അവരെ തിരിച്ചുവിടാൻ ശ്രമിക്കും. കൊരിന്ത്യ സഭയിലുള്ളവരുടെ ആശ്വാസത്തിനായി എഴുതുന്നതാണ് ഈ വാക്യം. അവരെ ആശ്വസിപ്പിക്കുമ്പോൾ തനിക്ക് അതിന് കഴിയുന്നത് തൻ്റെ കഷ്ടതയിൽ ദൈവം നൽകിയ ആശ്വാസം നിമിത്തമാണ് എന്ന് സാക്ഷിക്കുന്നു. ആകയാൽ അവരുടെ ഇന്നത്തെ കഷ്ടങ്ങളിൽ ദൈവം അവരെയും ആശ്വസിപ്പിക്കും. അത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിനും സഹായമാകും. എന്നാൽ പൗലോസ് അകപ്പെട്ട കഷ്ടത മരണത്തെ മുഖാമുഖം കണ്ട അനുഭവമായിരുന്നു. നാളെയെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാതെ അടുത്ത ദിവസം ജീവനോടിരിക്കുമോ എന്നുറപ്പില്ലാതെ ആയിരിക്കുന്ന അവസ്ഥ ഭയാനകമാണ്. എന്നാൽ ഇന്നും താൻ ജീവനോടിരിക്കുമ്പോൾ അതിൽ ദൈവകരത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ചു എന്ന് വ്യക്തം. നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതികൾ ഉള്ളിടത്തോളം മരണത്തിൻ്റെ വക്കിലായി പോയാലും അവിടെ നിന്ന് ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. അല്പനേരത്തേക്ക് നിരാശ നേരിട്ടാലും ദൈവത്തിന് നമ്മെ ഉദ്ധരിക്കാൻ കഴിയും. മരണത്തിൻ്റെ താഴ്വരകൾ തരണം ചെയ്ത് ദൈവപ്രവൃത്തിയെ തികയ്ക്കാൻ ആത്മീയ ശക്തിയും മാനസിക കരുത്തും നിറച്ച് അവിടുന്ന് നമ്മെ ഉപയോഗിക്കും. വിശ്വാസത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളങ്ങളിൽ നിറയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.